വടക്കഞ്ചേരിയിലെ ലക്ഷ്മി ബേക്കറിക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇനി എന്തിനാന്നല്ലേ വന്ന് ചോദിക്കണേ, അത് പറഞ്ഞുതരാം. ലക്ഷ്മി ബേക്കറിന്റെ അടിയിൽ ബേക്കറിയും മുകളിൽ ഹോട്ടലുമാണ്. അപ്പൊ ഞങ്ങൾ ആദ്യം വന്നത് ബേക്കറിക്കാണ്. ബേക്കറിയിൽ വന്ന് കുറെ സ്വീറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ വന്നത് ലക്ഷ്മി ബേക്കറിന്റെ ഐക്കോണിക് ബ്രെഡ് മേടിക്കാനാണ്. വീറ്റ് ബ്രെഡ് ഒന്നുമല്ല, നോർമൽ ബ്രെഡ് തന്നെയായിരുന്നു. അങ്ങനെ ബ്രെഡും മേടിച്ച് ഞങ്ങൾ നേരെ മുകളിൽ കയറി. മുകളിൽ എന്താണെന്ന് അറിയാലോ, ലക്ഷ്മി ബേക്കറിന്റെ തന്നെ ഹോട്ടലാണ്. ഞങ്ങൾ പോയ ടൈമിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിവിടെ നേരത്തെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ബിരിയാണി നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് വേറൊരു ഐറ്റം ട്രൈ ചെയ്യാനാണ്. എന്തെന്നല്ലേ നിങ്ങൾ ചോദിക്കണേ? അതെ, ബ്രെഡും ചിക്കനും. ഇതിന് വെറൈറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണ കോമൺ കോംബോ തന്നെയാണ്. അങ്ങനെ ഒരു ചിക്കൻ കറി ഫുള്ള് ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ ഇരിപ്പായി. നല്ല വിശപ്പുള്ള കാരണം തന്നെ ഞാൻ ഒരു ബ്രെഡ് എടുത്ത് കഴിച്ചു നോക്കി. അപ്പൊ തന്നെ നമ്മുടെ ചിക്കൻ കറി എത്തിയിട്ടുണ്ടായിരുന്നു. ചുമ്മാ പറയല്ല, ലക്ഷ്മി ബേക്കറി ഉണ്ടാക്കുന്ന കാരണം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബ്രെഡിന്. അതുപോലെ തന്നെ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കില്ല, ഞങ്ങൾ ബ്രെഡും ചിക്കനും കൂടി ഒരു പിടി പിടിച്ചു. ഒന്നും പറയാനില്ല, കോംബോ നമ്മൾ വിചാരിച്ചതിനെയും കാട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വലിയ പൈസയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കോംബോ ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം. നിങ്ങൾ വടക്കഞ്ചേരിയിലുള്ള ആളാണെങ്കിൽ നേരെ ലക്ഷ്മി ബേക്കറിക്ക് വന്നാൽ മതി. കാരണം നമുക്ക് അടിയിൽ നിന്ന് ബ്രെഡ് മേടിച്ചിട്ട് നേരെ മോളിക്ക് പോയിട്ട് ചിക്കൻ കറിയും മേടിക്കാം. ഞങ്ങൾ അവിടെ പോയിട്ട് വെയിറ്ററിന്റെ അടുത്ത് ഒരു ചിക്കൻ കറിയും 2 പ്ലേറ്റുമാണ് പറഞ്ഞത്. അപ്പൊ തന്നെ ആൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ബ്രെഡിന്റെ കൂടെ കൂട്ടി അടിക്കാനാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇതുകൊണ്ട് ചിക്കൻ കറി ആ ഒരു സ്റ്റൈലിലാണ് ഞങ്ങൾക്ക് കൊണ്ട് തന്നത്. എന്തായാലും ചിക്കൻ കറിയും ബ്രെഡും കഴിഞ്ഞ വഴി അറിഞ്ഞില്ല. വടക്കഞ്ചേരിയിൽ വർഷങ്ങളായിട്ടുള്ള കടയാണ് ലക്ഷ്മി ബേക്കറി. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ബ്രെഡിന് അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ടോട്ടൽ വന്ന് 160 ആണ്. അതായത് ഒരാളുടെ അടുത്ത് നിന്ന് 80 രൂപ.